രാത്രി ഏകദേശം ഒരു 2 മണി കഴിഞ്ഞ് കാണും കേട്ടോ. ഞാൻ പറഞ്ഞില്ലായിരുന്നു എൻ്റെ ബെല്ല പ്രഗ്നൻ്റ് ആണെന്ന്. അപ്പോൾ പ്രഗ്നൻസി ടൈമിൽ ഇവള് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിൽ വാതിൽ ലോക്ക് ചെയ്യത്തില്ല. അന്നേരം എനിക്കറിയാം ഇവളുടെ ടൈം ആകുമ്പോഴത്തേക്ക് അവൾ എന്നെ വന്ന് വിളിക്കുമെന്നുള്ളത്. അങ്ങനെ ഇന്നലെ ഏകദേശം ഒരു 2 മണിയോടടുപ്പിച്ച് ആൾ എൻ്റെ അടുത്തോട്ട് വന്ന് ഇങ്ങനെ ആൾ കരയത്തില്ല, ഭയങ്കര സൈലൻ്റാണ് എൻ്റെ കുഞ്ഞ്. ഒട്ടും അങ്ങനെ ബഹളം വയ്ക്കലോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവള് വന്നിങ്ങനെ നമ്മുടെ ചെവിയിൽ ഇവൾക്ക് ശ്വാസം എടുക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക സൗണ്ടാണ്, ഇങ്ങനെ ഡ്രൂ ഡ്രൂ എന്ന് പറഞ്ഞുള്ളൊരു സൗണ്ടാണ് ഇവൾക്ക്. അന്നേരം എൻ്റെ ചെവിയുടെ അവിടെ വന്ന് എന്നെ വിളിച്ച് അന്നേരം ആദ്യത്തെ വിളിയിൽ തന്നെ ഞാൻ എഴുന്നേറ്റ്. എനിക്കറിയാം അവളുടെ ടൈം ആയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ എഴുന്നേറ്റു. പിന്നെ ആളങ്ങ് എൻ്റെ അടുത്തുനിന്ന് മാറത്തില്ല. ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പോലും ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല ആ സമയത്തൊക്കെ. ഇങ്ങനെ വന്ന് എൻ്റെ കൈക്കകത്ത് കയറിയിരുന്ന് കട്ടിലേ ഞാൻ കിടക്കുവാണ്. കട്ടിലേൽ ആണ് ഇപ്പോൾ ഇരിക്കുന്നത്. കാരണം അന്നേരം അവൾക്ക് പെയിൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഫ്ലൂയിഡൊന്നും ഇതായിട്ടില്ല. അങ്ങനെ ഞാൻ അവളും കൂടെ കുറേ നേരം ഇങ്ങനെ കട്ടിലിടും. ഞാനിങ്ങനെ കൈ ഒതുക്കി പിടിക്കുന്നതോറും എൻ്റെ അടുത്തോട്ട് ഇങ്ങനെ കയറി വരും കേട്ടോ. അവൾക്ക് അത്രയ്ക്ക് കംഫർട്ടാണ് ആ ടൈമിൽ ഞാനിങ്ങനെ കൂടിയിരിക്കുന്നത്. എന്നിട്ട് വേദന എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി പതുക്കെ നിലത്തിരിക്കും. എന്നിട്ട് 1-2 പ്രാവശ്യമൊക്കെ ഇത് ചെയ്യും. എന്നിട്ട് പിന്നെയും വയറൊക്കെ തടയി കൊടുക്കാൻ വേണ്ടി പിന്നെയും നമ്മുടെ അടുത്ത് വന്ന് കിടക്കും. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു കുറച്ച് ക്ലിപ്സ് ഇങ്ങനെ എടുത്ത് ഞങ്ങളെല്ലാം ഇപ്പോൾ ഇവളുടെ 2ാമത്തെ ഡെലിവറി ആദ്യത്തേന് ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്കിതൊക്കെ ഒരു ഓർമ്മയല്ലേ. അങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ ആൾ കിടക്കുന്നുണ്ട്. നല്ല വേദനയുണ്ട് കുഞ്ഞിന്. അവൾ പക്ഷേ കരയത്തില്ല. അവളുടെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം അതാണ്, അവൾ കരയത്തില്ല. അങ്ങനെ എനിക്ക് അറിയത്തില്ല. ഇത് നിലവിൽ 4 പേരെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ ഇതുവരെയായിട്ടും. ഇന്നലെ രാത്രി 2 മണിക്ക് തുടങ്ങിയതാണ്. ഇത് 4 പേരെയാണ് ഇതുവരെയായിട്ട് കിട്ടിയിട്ടിരിക്കുന്നത്. പക്ഷേ ഒരാൾ കൂടെ ഉണ്ടോയെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ചേട്ടൻ വന്ന് അനിയനാണോ അനിയത്തിമാരാണോ എന്ന് ഇനി നോക്കണം. കാണുവാണ്. അപ്പം ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു. പക്ഷേ ഭയങ്കര സന്തോഷം, ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് എനിക്കിതൊക്കെ.